ഞാൻ സ്റ്റേഷനിൽ പോകണം, ഇതിന് ഞാൻ ജയിലിൽ പോകട്ടെ, ഞാൻ അവിടെ കിടന്നോളാം. പക്ഷേ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം, എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണക്കാരൻ അച്ഛനാണ്. ഞാനത് പഠിക്കണമെന്ന് തീരുമാനിച്ച അച്ഛൻ, ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിച്ച അച്ഛൻ, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ച അച്ഛൻ. എന്റെ ഇഷ്ടം എപ്പോഴും എന്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴും ആരും ചോദിച്ചില്ല. അച്ഛന്റെ ഇഷ്ടത്തിന് എന്നെ ഇത്ര കാലം വളർന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ആഗ്രഹം ചോദിക്കോ എതിർത്തെന്തെങ്കിലും പറയുകയോ എവിടെ ഇത്രയും വളർന്നിട്ട് ഈ ചൂരകത്തണ്ടായിരിക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിൾ മേടിച്ചു, അച്ഛൻ ഈ മേടിച്ചിട്ടില്ല. കോളേജിൽ എന്റെ കൂട്ടുകാരെല്ലാം ബൈക്കിൽ വന്നപ്പോൾ ഞാനൊരു ബൈക്കിൽ മേടിച്ചു, എനിക്ക് അത് മേടിച്ചിട്ടില്ല. എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെ. ആരാണ് ഇക്കാര്യത്തെ സംസാരിക്കുന്നത്? അച്ഛനാണോ? പണ്ടുള്ളവര് പറഞ്ഞിട്ടുണ്ട് ഒന്നേ തല്ലി വളർത്തണമെന്ന്. ഞങ്ങളൊക്കെ തല്ലി തന്നെയാണ് അച്ഛനമ്മയെ വളർത്തിയത്. പക്ഷെ ഞങ്ങൾക്ക് അവരുടെ ദേശീയ വൈകാര്യം ഇല്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും കൊട്ടേഷൻ കൊടുക്കുന്ന പുതിയ തലമുറ വന്നിരിക്കുന്നത്. മോനെ നീ വന്നേ. നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് ഞാൻ ബൈക്ക് മേടിച്ച് തന്നില്ലെന്ന്? ബൈക്ക് മേടിച്ച് തരാത്ത നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ്. നീ എന്തും പത്രത്തിൽ വായിക്കുന്നതല്ലേ? ബൈക്ക് ആക്സിഡന്റ് കൂടുതൽ നിന്നെ പോലെ യൂത്തന്മാരാ. വയസ്സാം കാലത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ട ഈ ചെറുപ്പക്കാര് ബൈക്ക് എടുത്തൊന്ന് ചീറി പായും. എന്നിട്ട് ഏതെങ്കിലും ജംഗ്ഷനിൽ പോയി ചീവ് കൊടുക്കും. അങ്ങനൊന്നും നമ്മളെ കുടുംബത്തിൽ ഒട്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിനക്ക് ഞാൻ ബൈക്കിൽ മേടിച്ച് തരാത്തത്. ഈ അച്ഛനും അമ്മയ്ക്കും ആളായിട്ട് നീ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞാൻ വേണോടാ. അച്ഛനമ്മയോട് സ്നേഹമൊക്കെ ഉണ്ട്. ഇതിന്റെ പ്രശ്നമെന്നറിയാം, നമ്മൾ കൂട്ടുകാരോട് കൂടുമ്പോൾ നല്ലൊന്നൊരു കൂട്ടുകൂടുന്നു, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വയ്യാവേലികളെ തലയിൽ വന്നില്ല. മാഷെ എന്നോട് കൊണ്ടുപോകും. മാഷ് സ്റ്റേഷനിൽ വന്ന് ഒരു ജാമ്യം എടുക്കും. അപ്പോൾ തീരുന്ന വിഷയമുള്ളതല്ല കേട്ടോ.